ഇറാഖിൽ തകർന്നു വീണ ഇറാനിയൻ ഡ്രോണിന്റെ പൊട്ടിത്തെറിക്കാത്ത സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന പ്രവർത്തനത്തിനിടെ ഒരു US സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി US സെൻട്രൽ കമാൻഡ് ഞായറാഴ്ച അറിയിച്ചു. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാന് നേരെ പുതിയ വ്യോമാക്രമണ പരമ്പരയും US പ്രഖ്യാപിച്ചു. ജൂലൈ 18-ന് വടക്കൻ ഇറാഖിൽ തകർന്നു വീണ ഇറാന്റെ ആക്രമണ ഡ്രോണിന്റെ പൊട്ടിത്തെറിക്കാത്ത സ്ഫോടക വസ്തുക്കൾ നിയന്ത്രിതമായി സ്ഫോടനം നടത്തി നിർവീര്യമാക്കുന്നതിനിടെയാണ് സൈനികൻ കൊല്ലപ്പെട്ടതെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. പ്രവർത്തനത്തിനിടെ പരിക്കേറ്റ മറ്റൊരു US സൈനികന്റെ പരിക്ക് ഗുരുതരമല്ലെന്നും അദ്ദേഹം തുടർ ചികിത്സയിലാണെന്നും അറിയിച്ചു. ഔദ്യോഗിക വിവരമറിയിക്കൽ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ കുടുംബങ്ങളോടുള്ള ആദരവ് മുൻനിർത്തി പുറത്തുവിട്ടിട്ടില്ലെന്ന് കമാൻഡ് കൂട്ടിച്ചേർത്തു. ഇതോടെ കഴിഞ്ഞ 5 മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 17 ആയി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെയും സിവിലിയൻ നാവികരെയും ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന സൈനിക ശേഷി ലക്ഷ്യമിട്ട് ഇറാനെതിരെ പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതായി സെൻട്രോം പറഞ്ഞു. മേഖലയിലെ അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷയ്ക്ക് ഭീഷണിയാകാനുള്ള ഇറാന്റെ കഴിവിനെ തകർക്കാനുള്ള അമേരിക്കയുടെ നിരന്തരമായ പ്രചാരണത്തിന്റെ ഭാഗമാണിതെന്ന് കമാൻഡ് പറഞ്ഞു. ഓപ്പറേഷൻ പുരോഗമിക്കുന്നതിനിടെ ഇറാന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനങ്ങളും സൈനിക പ്രവർത്തനങ്ങളും വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. തെക്കുകിഴക്കൻ തുറമുഖ നഗരമായ ചബഹാറിൽ നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാന്റെ അർദ്ധ ഔദ്യോഗിക മെഹർ വാർത്താ ഏജൻസി അറിയിച്ചു. അടുത്തുള്ള നഗരമായ കൊണാർക്കിൽ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായും ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും പ്രവർത്തനക്ഷമമായതിന്റെ കാരണമോ ഫലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളോ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ നൽകിയിട്ടില്ല. അതേസമയം വടക്കു പടിഞ്ഞാറൻ ഇറാനിയൻ നഗരമായ തബ്രിസിനെ ലക്ഷ്യമിട്ടാണ് US ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണത്തെക്കുറിച്ച് US ഉദ്യോഗസ്ഥരിൽ നിന്നും ഉടനടി സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. കൂടാതെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആളപായമോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച ഔദ്യോഗിക വിലയിരുത്തൽ ഇറാനിയൻ അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല. ഹോർമുസ് കടലിടുക്കിന്റെ തെക്കൻ വഴി കടക്കാൻ ശ്രമിച്ചതിന് ശേഷം 2 ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന ശത്രുതയ്ക്കിടയിൽ മധ്യ മനാമയിലെ അജ്ഞാത സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്നതിന് ഇറാൻ സാധ്യതയുള്ളതായി സൂചന ലഭിച്ചതായി ബഹ്റൈനിലെ US എംബസി സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിലെ എല്ലാ അമേരിക്കൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അധികാരികൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഏറ്റവും പുതിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യണമെന്നും എംബസി നിർദ്ദേശിച്ചു. സാധ്യതയുള്ള ഭീഷണിയുടെ സ്വഭാവത്തെക്കുറിച്ചോ വിശ്വാസ്യതയെക്കുറിച്ചോ കൂടുതൽ വിശദാംശങ്ങൾ ഇത് നൽകിയിട്ടില്ല. ഏറ്റവും പുതിയ ഓപ്പറേഷൻ ലക്ഷ്യമിട്ട നിർദ്ദിഷ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് സെൻകോം വെളിപ്പെടുത്തിയിട്ടില്ല. ആക്രമണങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നോ യുദ്ധനാശങ്ങളുടെ വിലയിരുത്തൽ പൂർത്തിയായിട്ടുണ്ടോ എന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.